അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ചീസ് കേക്കാണ് തയ്യാറാക്കുന്നത്. ജലാറ്റിനോ ക്രീമോ ഒന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചീസ് കേക്ക്. ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ട ക്രീം ചീസും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ ക്രീം ചീസ് പുറത്തുനിന്ന് വാങ്ങിയതായാലും മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചീസ് കേക്കിൻ്റെ ബേസ് തയ്യാറാക്കാം. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബേസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 100-125 ഗ്രാമോളം ബിസ്ക്കറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് ഏതായാലും കുഴപ്പമില്ല, മാരി ബിസ്ക്കറ്റോ ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. ഇനി ഈ ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ ബിസ്ക്കറ്റ് കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നങ്ങ് കറക്കിയെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞു പോരുത്, നല്ല തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഞാൻ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൈവച്ചൊന്ന് പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പായി കിട്ടണം. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റാതെ പൊടിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ ഒരു റിമൂവബിൾ ബോട്ടം പാനാണ് എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് സ്പ്രിംഗ് ഫോം പാൻ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പാത്രം എടുത്തിട്ട് പാത്രത്തിനുള്ളിൽ കേക്ക് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താലും മതി. ഇനി ഈ പാനിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി ഒരേ ലെവലാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരേ ലെവലാക്കി എടുത്ത ശേഷം പിന്നെ ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഇത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്ത ശേഷം നമുക്കിത് പുറത്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട ക്രീം ചീസ് തയ്യാറാക്കിയെടുക്കാം. ക്രീം ചീസ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയതായാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ക്രീം ചീസ് തയ്യാറാക്കാൻ വേണ്ടി 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാൽ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഫുൾ ഫാറ്റ് അല്ലെങ്കിൽ ഫുൾ ക്രീം മിൽക്ക് എടുക്കുക. എന്നാലും ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ക്രീം കിട്ടുള്ളൂ. ഇനി ഈ പാൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പാൽ തിളക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പോൾ പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വിനാഗിരിയാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി നമുക്ക് മുഴുവൻ ചേർക്കേണ്ടി വരില്ല, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പാൽ നന്നായിട്ട് പിരിഞ്ഞ് ഇതിൻ്റെ വെള്ളവും ഫാറ്റും വേർതിരിഞ്ഞ് കിട്ടുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാൽ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു ബൗളിന് മുകളിലായിട്ട് ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് തുണിയിലിട്ട് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ചെറുതായിട്ട് നനവ് വേണം. എന്നാലും നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് നല്ല ക്രീമായിട്ട് കിട്ടുള്ളൂ. നമ്മൾ അരച്ചെടുത്തുള്ള ഈ ഫാറ്റ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഈ വെള്ളം കളയണ്ട. അത് നമുക്ക് ജ്യൂസോ അല്ലെങ്കിൽ ചപ്പാത്തി കുഴക്കാനൊക്കെ എടുക്കാം. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ചേർത്തുള്ള വിനാഗിരിയുടെ പുളിപ്പോ ടേസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഉറ്റിപ്പോയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിതിപ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നാലേ ഇതുപോലെ നല്ല ക്രീമായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞിരിക്കും. പിന്നെ ഇതിൽ നനവ് കുറവാണെങ്കിൽ ക്രീമായി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള വെള്ളമോ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. കൂടുതൽ ചേർക്കണ്ട കേട്ടോ, 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഉപ്പ് കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് മതി. ഇപ്പോൾ ഉപ്പും ചേർത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചീസ് കേക്കിന് വേണ്ട ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 200 ഗ്രാമോളം ക്രീം ചീസ് ഉണ്ടാവും. ക്രീം ചീസ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3-4 പ്രാവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ 3/4 കപ്പിനെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. വാനില എസൻസ് 1 ടീസ്പൂണും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ ചീസ് കേക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളൂ. ജലാറ്റിനോ ക്രീമോ ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീസ് കേക്കിന് വേണ്ട ക്രീം ചീസ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ സെറ്റ് ആവാനായി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഈ ബേസ് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു 5 മണിക്കൂറെങ്കിലും വേണം ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ. ഇപ്പോൾ ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രീസറിലല്ല കേട്ടോ, താഴെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചീസ് കേക്ക് സെറ്റാകാൻ വെച്ച ശേഷം നമുക്കിതിലേക്ക് വേണ്ട ഒരു സിറപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു സ്ട്രോബെറി സിറപ്പാണ് തയ്യാറാക്കുന്നത്. സ്ട്രോബെറിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ആപ്പിളോ ഓറഞ്ചോ മാങ്ങയൊക്കെ എടുക്കാം. ഇപ്പോൾ ഞാനൊരു സോസ് പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 കപ്പ് സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കളറൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ടാവും. നന്നായിട്ട് കുറുകി പോകരുത്. നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ പറ്റുന്ന കട്ടിയായാൽ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറി വന്ന ശേഷം നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ചൂടാറിയ ശേഷം അരിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് ഈ ചീസ് കേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ചീസ് കേക്ക് 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്ത ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറൊന്ന് മാറ്റി നോക്കാം. ചീസ് കേക്കൊക്കെ ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ബെറികളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സിറപ്പ് ഞാനിത് കട്ട് ചെയ്തെടുത്ത ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ സിറപ്പിൻ്റെ കളറൊക്കെ ഇതിൽ അങ്ങ് പരക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കത്തി ഒന്ന് തുടച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ചീസ് കേക്ക് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.